അഡ്വക്കേറ്റ് സതീഷ് വസന്ത് വ്യക്തമായല്ലോ. ഒന്ന്, എന്താണ് ആ കൊടി എന്നങ്ങേക്ക് മനസ്സിലായിക്കാണ് ഭഗവത് ധ്വജം. പാർത്ഥ സാർ, ഞാൻ അങ്ങേക്ക് കണ്ടിന്നി വരുന്നതിന് മുമ്പ് കണ്ടിന്നി ഞാനിത് എനിക്ക് ഉള്ള അറിവ് വെച്ച് പറയാൻ ശ്രമിച്ചിരുന്നു. അത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്, അർജുനൻ്റെ തേരാളിയാണ്, അതൊരു രഥമാണ്, രഥത്തിന് മുന്നിൽ പണ്ടേ പാറിക്കളിക്കുന്നതാണ്, അത് ഭഗവത് ധ്വജം. 2, ഭഗവത് ധ്വജത്തിൻ്റെ രൂപത്തിൽ ജമന്തിപ്പൂ ഇട്ടു, അത് കണ്ടിന്നി പറഞ്ഞു. 2, ഓപ്പറേഷൻ സിന്ദൂർ ആസ്പദമാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊല്ലം ജില്ലയിലടക്കം പൂക്കളങ്ങൾ ഇട്ടു. അപ്പോൾ അത് വീട്ടിൽ കൊണ്ട് ഇട്ടിരുന്നെങ്കിൽ പ്രശ്നം ഒഴിവാകുമെന്നുള്ള അങ്ങയുടെ വാദവും നിലനിൽക്കുന്നില്ല. 3, ഛത്രപതി ശിവജി. 2.5 കൊല്ലം മുമ്പ് അവിടെ വന്ന ഛത്രപതി ശിവജി ഇന്നലെ രാത്രിയാണോ അത് ഇന്നലെ പുലർച്ചെയാണോ പ്രകോപനമായത്? അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെയാണ് FIR ഇടേണ്ടി വന്നതെന്ന് വന്നപ്പോൾ പിന്നെ അങ്ങ് പറഞ്ഞു രാഷ്ട്രീയ അതിപ്രസരമാണെന്ന്. ശരിയാണ്. അപ്പോൾ ആരാണ് രാഷ്ട്രീയ അതിപ്രസരം ഉണ്ടാക്കിയത്? അതിന് കാവൽ നിന്നത് ആരാണ്? പോലീസല്ലേ ഇത് മൊത്തത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ പോലീസിനെ ഉപയോഗിച്ചതല്ലേ? ഇപ്പോൾ പോലീസ് സ്വതന്ത്രമായി പ്രവർത്തിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. കേരളത്തിലെ പോലീസ് ഇപ്പോൾ സ്വതന്ത്രമായി ഒന്നും പ്രവർത്തിക്കുന്നില്ല. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്. പ്രദീപിള്ളേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതിപ്പോൾ ഇവരൊക്കെ ഇപ്പം അബ്ദുള്ള സാറിനെ ഒഴിച്ചിരുത്തിയാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ മലർന്നു കിടന്ന് തുപ്പയാണ് ആണല്ലോ. ഞാനങ്ങനെ കരുതുന്നില്ല. എന്നെ ചേർത്ത് നിർത്തരുത്, സ്വയം പറഞ്ഞോളൂ. അഡ്വക്കേറ്റ് സതീഷ് വസന്ത് എന്നെ വിട്ടേക്കൂ, നമ്മളൊക്കെ എന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് നിർത്തണ്ട. അങ്ങ് തുപ്പിക്കോളൂ. ഇപ്പൊ അബ്ദുള്ള സാർ പറഞ്ഞ പോലെ അവിടെ ഒരു ബോംബൊന്നും അല്ലല്ലോ പൊട്ടിയത്. ഇന്നത്തെ ഈ വിഷയം എടുക്കാൻ പിന്നെ എന്തിനാ പ്രശ്നം? പിന്നെ എന്താണ് ഈ ഭരണസമിതിക്ക് പ്രശ്നം? അവിടെ ബോംബ് പൊട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവിടെ പോലീസിന്റെ മധ്യസ്ഥതയിൽ പോലീസിന്റെ മധ്യസ്ഥതയിൽ ഇയർ മാർക്ക് ചെയ്ത സ്ഥലത്ത് പൂക്കളം ഇട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കണ്ടപ്പോൾ എന്തിന് ഹാലിളകി എന്ന് മാത്രമേ ചോദിക്കുന്നു. ഞാൻ പ്രതിപിള്ളേ, ഞാൻ ഒരു കാര്യം താങ്കളെ ചോദിക്കാൻ, അവിടുത്തെ ഉപദേശ സമിതി മറ്റു മതസ്ഥരില്ലല്ലോ, ഹിന്ദുക്കളെ മാത്രമല്ലേ ഉള്ളൂ. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാവട്ടോ. നിങ്ങൾ പറയുന്നത് വെച്ചാൽ CPMന്റെ ആൾക്കാർ ഒരു ഉപദേശ സമിതി വന്നാൽ അത് ഹിന്ദുക്കളല്ല എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇത് വന്നത് പറയുന്നത്, അല്ല BJPക്കോ അല്ലെങ്കിൽ RSSനോ ഒരു ക്ഷേത്രം, ഒരു ഹിന്ദുക്കളുടെ ക്ഷേത്രം തീരെഴുതി കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയുണ്ടോ? ഞാൻ പോകണമല്ലോ ക്ഷേത്രത്തിൽ. അവിടുത്തെ ഉപദേശ സമിതി എന്ന് പറയുന്നത് അവിടുത്തെ ഹിന്ദു മുന്നണിയാണ്. ഞാൻ ആ ക്ഷേത്രത്തിൽ പോയി തൊഴുന്നില്ലേ? നിങ്ങൾ എന്താ പറയുന്നത്? തിരുവനന്തപുരത്തെ ഏറ്റവും മഹാക്ഷേത്രമല്ലേ ആറ്റുകാൽ ക്ഷേത്രം. അവിടുത്തെ പൊങ്കാലയ്ക്ക് ആരാണ് നമുക്ക് സഹായങ്ങൾ ചെയ്തിരുന്നത്? അവിടുത്തെ മുസ്ലിം സഹോദരങ്ങളല്ലേ? അവരെ വീടുകൾ തുറന്നിട്ട് കൊടുക്കില്ലേ? അവർ ഈ പൊങ്കാല ഇടുന്ന വന്ന സ്ത്രീകൾക്കും അമ്മമാർക്കും കുട്ടികൾക്കും അവിടുത്തെ ആഹാരം കൊടുക്കില്ലേ? അവിടെ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പം ഞാൻ ഇത് പറഞ്ഞത് അവിടെ ഒരു രാഷ്ട്രീയ അതിപ്രസരമുണ്ട്. ആ പ്രസരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത്, അല്ലാതെ വേറെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഉപദേശ സമിതിയിലായിട്ട് CPMോ കോൺഗ്രസോ അല്ലെങ്കിൽ RSSോ അല്ലെങ്കിൽ BJPയോ ഏത് വന്നാലും അത് ഹിന്ദുക്കളെയാണല്ലോ. ഹിന്ദുക്കളല്ലാതെ അവിടെ ആരും ഇല്ലല്ലോ. അല്ല, നിങ്ങൾക്ക് പാർത്ഥസാരഥിയിലെ ആ ക്ഷേത്രത്തിൽ അത് ഹിന്ദു മുന്നണിയിലെ അല്ലെങ്കിൽ RSSൻ്റെ അല്ലെങ്കിൽ BJPയിലെ ആൾക്കാർ തന്നെ വേണമെന്ന് ആരാണ് നിർബന്ധം പിടിക്കുന്നത്? അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. എങ്കിൽ ഞാൻ ഒരു കാര്യം പറയുന്നേക്ക്, ഒരു ക്ഷേത്രം, ഞാൻ തന്നെ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ഹിന്ദുക്കൾ ആണ് വരുന്നത്. ഇപ്പം ചില ക്ഷേത്രം, ഇപ്പം ആറ്റുകാൽ മഹാക്ഷേത്രത്തിൽ അങ്ങനെ ഇല്ല. അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം വരും. വെട്ടുകാട് പള്ളി, അവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല പോണേ, അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം പോകുന്നു. ഞാൻ ഒരു കാര്യം പറയേണ്ടത്, നിങ്ങൾ ഇത് രാഷ്ട്രീയമായി വരുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം വന്നത്. അവിടെ അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. അവിടെ നിങ്ങൾ 9 എന്നുള്ളതാണ് ചോദ്യം. എപ്പോൾ പ്രശ്നമുണ്ടായി? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കണ്ടപ്പോൾ ഹാലിളകിയത് എന്തിനാ? ഞാൻ ഒരു കാര്യം പറ്റി ഞാൻ പറ്റി ഇപ്പം കേണലിൻ്റെ ഞാൻ ഒരു കാര്യം പറ്റി. കേണൽ, നിങ്ങളൊരു സൈനികൻ, ഇപ്പം അദ്ദേഹം സർവീസ് ഇരിക്കുന്ന സൈനികനാണ്. അദ്ദേഹത്തിൻ്റെ പുറത്തൊരു FIR വന്നാൽ അങ്ങക്ക് അറിയാമല്ലോ അദ്ദേഹത്തിന് വീണ്ടും ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുമോ? നിങ്ങൾക്കറിയാലോ, ഒരു പട്ടാളക്കാരൻ്റെ ഒരു ഞാൻ മറുപടി പറയണോ അങ്ങ് പറയുമോ? അങ്ങ് പറയുന്നതാണ് ഉത്തമം. ഒരു മിനിറ്റ്, ആ ചോദ്യത്തിന് ഒരു മറുപടി കേട്ടിട്ട് ഞാൻ പറയാം. അതിന് മറുപടി കേട്ടിട്ട് ഞാൻ പറയാം. അഡ്വക്കേറ്റ് സതീഷ് വസന്ത് കേണൽ ഡിന്നിയാന് മറുപടി പറഞ്ഞോട്ടെ. ആ FIRൽ പേര് വന്നാൽ എന്ത് സംഭവിക്കും? അതിനകത്ത് ഒന്നുമില്ല ശ്രീ വസന്ത്. അതിനകത്ത് ആർമിയുടെ പ്രൊസീജിയർ വൈസ് ആർമി തന്നെയാണ് കേസ്, അതായത് ഒരു FIR ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കോർട്ട് കേസ് വരുമ്പം
അത് ആർമിക്ക് സ്വീകരിക്കാം. ആ ആർമി എഗ്രി ചെയ്താൽ മാത്രമേ അത് സിവിലിലോട്ട് പോകത്തുള്ളൂ, അല്ലെങ്കിൽ ആർമി തന്നെയാണ് അതിനെ ആ കേസസ് ഹാൻഡിൽ ചെയ്യുന്നത്. ചില കേസുകൾ മാത്രമേ ഉള്ളൂ സിവിൽ കോടതിയിൽ മാത്രം അങ്ങനെ പോകുന്നത്. പക്ഷെ ഇവിടെ എടുത്തേക്കുന്നത് നിങ്ങൾ കലാപത്തിന്റെ അഗേൻസ്റ്റ് ആയിട്ടാണ് ആ സൈനികന്റെ അഗേൻസ്റ്റ് ആയിട്ട് കേസ് എടുത്തേക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ആ കലാപം ചെയ്തത്? അദ്ദേഹം സതീഷ് ഒന്ന് പറഞ്ഞോട്ടോ, ഞാൻ അത് അങ്ങനെ ധാരാളം ചോദ്യങ്ങളുണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ആ സബ്ജക്റ്റിൽ തന്നെ അദ്ദേഹം മാറിപ്പോയി. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ശ്രീ അഡ്വക്കേറ്റ് സതീഷ് പറഞ്ഞത്, അതായത് CPM-ലുള്ള എല്ലാവരും വിശ്വാസികളാണ്. ശ്രീ വസന്ത് നല്ലൊരു വിശ്വാസി ആയിരിക്കും, അതിനകത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് അതിനകത്ത് രണ്ടഭിപ്രായമില്ല. തിരുവനന്തപുരത്ത് ആറ്റുകാലിൽ പോകുക, എല്ലായിടത്തും പോകും, വളരെ നല്ല കാര്യം. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് ശ്രീ വസന്തിന് ഉത്തരമുണ്ടോ? ഒരു ക്ഷേത്രം കത്തിച്ചു കഴിഞ്ഞാൽ അത്രയും അന്ധവിശ്വാസം കുറഞ്ഞു എന്ന് പറഞ്ഞത് ആരാണ്? ശബരിമല വിഷയത്തില് അവിടുത്തെ ആചാരങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്ന ഏത് സർക്കാരാണ്? അയ്യപ്പനെ അധിക്ഷേപിച്ച് സംസാരിച്ച ഏത് നേതാവാണ് പിന്നെ വീണ്ടും മത്സരത്തിൽ തോറ്റുകൊണ്ടിരുന്നത് ആരാണ്? ഒരു ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകളെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞത് ആരാണ്? ഭഗവാൻ ഗണപതി മിത്താണെന്ന് പറഞ്ഞത് ആരാണ്? ഇതൊക്കെ BJP-കാരാണോ, RSS-കാരാണോ? അതോ ഈ ബഹുമാനപ്പെട്ട അബ്ദുള്ള സാർ പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയില്ല, കാരണം അദ്ദേഹം ഒരു വിശ്വാസിയാണ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് CPM-ൽ നിന്നുള്ള ആളുകളാണ്. അപ്പൊ CPM എന്തുകൊണ്ടാണ് വിശ്വാസിയായത്? അങ്ങ് ചിലപ്പോൾ നല്ല വിശ്വാസിയാണ്, ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് എനിക്ക് പറയുന്നില്ല. എന്ന് തൊട്ടാണ് CPM വിശ്വാസികളായിട്ടുള്ളത്? നേതാക്കന്മാർ ഒന്നോ രണ്ടോ പേരെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രസ്ഥാനത്തിൽ CPM-ന്റെ ഒന്നോ രണ്ടോ നേതാക്കളല്ല ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സതീഷ്. CPM-ന്റെ ഒന്നോ രണ്ടോ നേതാക്കളല്ല, CPM-ന്റെ ഏറ്റവും താത്വികമായിട്ട് അവലോകനം നടത്തി ചിന്തിച്ച ആളുകൾ പറയുന്നതാണ് ഈ കാര്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് അതിന്റെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം എന്താണെന്ന്. അതിന്റെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഈ ഭൂരിപക്ഷം, അതായത് ഹിന്ദുക്കളുടെ വോട്ട് പോകുന്നു, ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടുന്നില്ല, ഹിന്ദുക്കളുടെ വോട്ട്, പ്രത്യേകിച്ച് ശബരിമല ഇഷ്യൂ കഴിഞ്ഞിട്ട്. അപ്പൊ ഹിന്ദുക്കളുടെ വോട്ട് കൂടെ നിർത്തണം. അപ്പോഴെന്ത് ചെയ്തു? എങ്ങനെ നിർത്താം? അവർ നോക്കിയപ്പം ക്ഷേത്രങ്ങളിലേക്ക് ചെല്ലൂ, ക്ഷേത്രങ്ങളെ ഭരണസമിതിയിലേക്ക് ചെല്ലൂ, ക്ഷേത്രങ്ങളിലെ ആളുകളായിട്ട് ഇടപെടൂ, ക്ഷേത്രങ്ങളിൽ ധാരാളം പൈസയും വരവും ഒക്കെ വരുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളെല്ലാം ഇടപെടൂ എന്നുകൊണ്ടാണ് ഇവിടെ ഈ ബാലഗോകുലത്തിന്റെയും മറ്റു പരിപാടികളൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. എന്നുകൊണ്ടാണ് ഗണപതിയുടെ ഇപ്പം അടുത്ത ഇന്നലെ മെനഞ്ഞാന്ന് ഞാൻ കണ്ടു, ഗണപതിയുടെ DYFI-യുടെയും ചെഗുവേരയുടെ ഒക്കെ പോസ്റ്റർ വെച്ചിട്ട് വിസർജനം ചെയ്യാൻ അങ്ങനെ കൊണ്ടുവന്നു. എന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. എന്നുകൊണ്ടാണ് വിശ്വാസത്തിന്റെ നിങ്ങൾ കൂടെ ഒരു അമ്പലത്തിൽ പോയി കുറിയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു CPM. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ സന്ദേശ സിനിമയൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് ശ്രീ വസന്ത്, ഇത് ഇപ്പൊ ഒരു മാറി വരുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ ആ മാറി വരുന്നത്? കാരണം വിശ്വാസം അത്രമാത്രം ശക്തമാണ്. നമ്മൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഇത് 1-2 വർഷം കൊണ്ട് 1-2 പാർട്ടി കൊണ്ട് വന്നതല്ല. വിശ്വാസം ഇവിടെ തന്നെ കാണും. വിശ്വാസം ഇനി നമ്മൾ പോയാലും അവിടെ തന്നെ കാണും. അയ്യപ്പന്റെ ശക്തി കൊണ്ടാണ് ഇന്ന് പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തേണ്ടി വരുന്നത്. അയ്യപ്പൻ 1000 വർഷം മുമ്പ് ഉണ്ടായിരുന്നു, ഇനി 1000 വർഷം കഴിഞ്ഞാലും കാണും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ അയ്യപ്പന്റെ ഈ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ തീർക്കണമെന്ന് പറഞ്ഞ് നടന്ന അതേ ആളുകൾ തന്നെ ഇന്ന് അയ്യപ്പന്റെ ആഗോള സംഗമം നടത്തുന്നത്? അതാണ് വിശ്വാസം. അപ്പൊ വിശ്വാസം ഏതായാലും സനാതന ധർമ്മത്തിൽ എന്താണ് പറയുന്നത്? ഏത് വിശ്വാസമായാലും ചെല്ലുന്നത് ഒരു സ്ഥലത്താണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് വിശ്വാസത്തിനെ തകർത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ മുന്നോട്ട് അതുകൊണ്ടാണ് ഈ അമ്പലത്തിന്റെ മുന്നിൽ, പാർത്ഥസാരഥി അമ്പലത്തിന്റെ മുന്നിൽ ഭഗവാൻ കൃഷ്ണന്റെ തേരിന്റെ മുകളിലുള്ള അതേ കൊടി അവിടെ പൂക്കൾ വെക്കുമ്പം അവിടുത്തെ സെക്രട്ടറി ആയാലും ശരി, ട്രഷറർ ആയാലും ശരി, അതിനൊന്നും പറയാൻ പറ്റുന്നില്ല. അത് കാരണം എന്താണ്? അത് ഭഗവാൻ കൃഷ്ണന്റെ തന്നെയാണ്, പാർത്ഥസാരഥി എന്നാണ് പേര്. അപ്പൊ എങ്ങനെ അതിനെ എതിർക്കാൻ പറ്റും? ഓപ്പറേഷൻ സിന്ദൂർ അങ്ങ് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെ എതിർക്കാൻ പറ്റും? അവിടുത്തെ ആളുകൾ തന്നെ അതിന്റെ എതിരാണ്. നിങ്ങൾ അതിന് ഓപ്പറേഷൻ സിന്ദൂർ, അതിനകത്ത് എന്ത് രാഷ്ട്രീയമാണുള്ളത്, എന്താണുള്ളത്? അത് എതിർക്കാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം സൃഷ്ടിക്കുക, അതായത് എങ്ങനെയെങ്കിലും അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള രീതി. അതായത് അവസാനം 3 മാസം മാത്രമേ ഉള്ളൂ ആ സമിതിക്ക് ഇനി. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് വീണ്ടും ഭരണത്തിലേക്കൊക്കെ വരാനുള്ള ഒരു ശ്രമമാണ്. പക്ഷെ അത് അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായി. ഞാൻ ഇന്ന് അവിടെ പോയപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടു. അവിടുത്തെ ആളുകൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പല വികസനവും എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും അവിടെ ഇല്ല. യഥാർത്ഥത്തിൽ വിശ്വാസമാണ് പ്രധാനം. ആ വിശ്വാസികൾ ആരോടൊപ്പം നിൽക്കുന്നത് അവർക്ക് നന്നായിട്ട് അറിയാം. അതിനി വരും ദിവസങ്ങളിൽ അത് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. ഞാൻ അഡ്വക്കേറ്റ് സതീഷ് വസന്തിലേക്ക് വരാം. നിഖിൽ മനോഹറിന് എന്ത് പറയാനുണ്ട്? പെട്ടെന്ന് പറയാം, ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. സാർ, ഈ അഡ്വക്കേറ്റ് സതീഷ് സഖാവ് അദ്ദേഹം കൃത്യമായി മറുപടി തരുന്നില്ല. അദ്ദേഹം ചോദിക്കുന്നത് ഇത് രാഷ്ട്രീയമാണ്. ഞാൻ ചോദിക്കുന്ന ഇതാണ്, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വെച്ചാൽ അതിൽ എന്ത് രാഷ്ട്രീയമാണുള്ളത്?
അതിന് കൃത്യമായൊരു മറുപടി അങ്ങ് തരണം. നിങ്ങളുടെ ദേശീയ നേതൃത്വം പോലും ആദ്യം തള്ളിക്കളഞ്ഞു, പിന്നീട് സൈന്യത്തിന് ആക്രമണത്തിന്റെ തെളിവ് ചോദിക്കുന്നു. അതെല്ലാം പിന്നീട് നിങ്ങൾക്കെതിരായി മാറുന്ന കണ്ടപ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്നു, പിന്നീട് വിദേശ ദൗത്യ സംഘത്തോടൊപ്പം ചേരുന്നു. അത്തരത്തിൽ ശക്തമായ നിലപാട് ഓപ്പറേഷൻ സിന്ദൂർ അംഗീകരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് അംഗീകരിക്കാൻ കഴിയാത്തത്? ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന എന്തിനാണ്? ഒരു കൂട്ടം യുവാക്കൾ അവർ ഇന്ത്യയോടുള്ള ഒരു സ്നേഹം, ഇന്ത്യയോടുള്ള ബഹുമാനം, ഇന്ത്യൻ സൈന്യത്തോടുള്ള ഒരു ആദരവ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഒരു അത്തപ്പൂക്കളമായിട്ട് അത് പ്രദർശിച്ചപ്പോൾ അതിൽ എന്തിനാണ് നിങ്ങൾ രാഷ്ട്രീയം കാണാൻ വരുന്നത്? ഇതിൽ എന്ത് രാഷ്ട്രീയമാണുള്ളത്? സതീഷ് വസന്ത്, ഞാൻ വൈകിക്കുന്നില്ല. ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ മറുപടി ചെയ്യാം. ഇപ്പൊ താങ്കൾ പറഞ്ഞു ഈ ഓപ്പറേഷൻ സിന്ദൂർ അത്തപ്പൂക്കളത്തിൽ കളക്ട്രേറ്റിൽ മറ്റുള്ള സ്ഥാപനത്തിലൊക്കെ ഇട്ടുമ്പോഴത്തേക്ക് അവിടെ ഒന്നും പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു. ഇല്ല, അവിടെ ഒന്നും പ്രശ്നമില്ല. കാര്യം എന്താ, അവിടെ ഹിന്ദുക്കൾ മാത്രമല്ലല്ലോ ഉള്ളത് ഓഫീസിലുള്ളത്, കളക്ട്രേറ്റിലുള്ളതും ഓപ്പറേഷൻ, അവിടെ പ്രശ്നം വരില്ല. നിഖിലേ, നിങ്ങൾ എപ്പോഴാണ് രാഷ്ട്രീയത്തെ ഇത് ഒരു രാഷ്ട്രീയമായിട്ട് എടുക്കുന്നത്, അവിടെ പ്രശ്നം വരും. അല്ലാതെ പ്രശ്നം വരില്ല. ഇപ്പം നിങ്ങൾ പറയുന്നു, ഞാൻ പറയുന്നു, ഇപ്പം കേണൽ സാറും പറയുന്നു, നിഖിലും പറയുന്നു, അടുത്ത 3 മാസമായി അടുത്ത ഒരു ആ ഉപദേശ സമിതിയിലെ കാലാവധി കഴിയുന്നു. അപ്പോൾ വീണ്ടും അവർ വരാതെ ഇരിക്കാനുള്ള പരിപാടി നിങ്ങൾ ചെയ്യുന്നു. അതിനെന്താ, അവർ ഹിന്ദുക്കളല്ലേ, അവർ നിങ്ങൾ പറയുന്നത്, നിങ്ങളാരാ പറയുന്നത് CPM-ൻ്റെ വിശ്വസിക്കുന്നവർക്ക് വിശ്വാസം പാടില്ല എന്ന് ആര് പറയുന്നത്? നിങ്ങളാണ് പറയുന്നത്. അത് CPM-ൽ നിൽക്കുന്നതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല എന്ന് ആരാണ് പറയുന്നത്? അത് BJP RSS എന്നാണ് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ ശരിയാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഈ CPM-ൻ്റെയും അതുപോലെ കോൺഗ്രസിൻ്റെ ആൾക്കാരൊന്നും ക്ഷേത്ര ഭരണാധികാരിയത്തിലെത്തും വരില്ലായിരുന്നു. കാരണം എന്താണ്, അത് ക്ഷേത്രങ്ങളുടെ കാര്യമാണ്. പക്ഷേ അവിടെ നിങ്ങൾ BJP-യും അതുപോലെ RSS-ഉം ഒക്കെ ഈ ക്ഷേത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് വോട്ട് ബാങ്കായിട്ട് ഹിന്ദുക്കൾ ഇത് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ആ ഉപദേശ സമിതിയിലും ബാക്കിയുള്ള കാര്യത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടെ വന്നു വരുന്നത്. അത് തെറ്റെന്താ? തെറ്റെന്താ? അത് ഹിന്ദുക്കളല്ലേ, നിങ്ങൾ അംഗീകരിക്കൂ. ഞാൻ പറയുന്നത് നിഖിലെ ഒരു കാര്യം പറയുന്നത്, അങ്ങയുടെ സത്യസന്ധതയിൽ ഞാൻ ബഹുമാനിക്കുന്നു. അങ്ങയുടെ സത്യസന്ധത ഞാൻ ബഹുമാനിക്കുന്നു. ഞാൻ മറ്റു ഹിന്ദുക്കളെ പറ്റുള്ളൂ ആണല്ലോ. നമ്മളിപ്പം വേറെ പള്ളികളിലൊന്നും അല്ലല്ലോ പോണത്. അപ്പം അവൻ്റെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ അത് വെളിയിൽ, ക്ഷേത്രത്തിൻ്റെ വെളിയിൽ. അകത്ത് വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്നുപോലെ. അങ്ങനെ ഒരു നിങ്ങൾ കോൺസെപ്റ്റ് എടുക്കാത്തത്, നിങ്ങൾ ആ കോൺസെപ്റ്റ് അല്ല, നിങ്ങൾ എടുക്കുന്ന കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത്, അവിടുത്തെ ഉപദേശ സമിതിയിൽ CPM-ഉം കോൺഗ്രസും ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? അവിടെ ഞാൻ പറയുന്നത് നിഖിലെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളും കൂടി ചേർന്ന് ആ ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് വേണ്ടി നിൽക്കൂ. നിങ്ങൾ എന്തിനാണ് അവിടെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്? അവിടെ ഇത് വന്നുകൊണ്ടല്ലേ പ്രശ്നം വന്നത്. ഇപ്പോൾ പോലീസ് വന്നു, ഞാൻ പറഞ്ഞ പോലീസ് ചുമ്മാ വന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞപ്പം നേരിട്ട് വന്നാണ് കേസെടുത്തത് അല്ലല്ലോ. അവിടെ ഒരു പരാതി വന്നു. അവിടെ ഒരു പരാതി വന്നപ്പോഴത്തേക്ക് ആ പരാതിക്ക് അനുസരിച്ചാണ് അവിടെ കേസെടുത്തിട്ടുള്ളത്. അല്ല ചുമ്മാ പോലീസ് വന്നിട്ടില്ലല്ലോ, അവിടെ വന്നിട്ടുണ്ടോ? അപ്പം നിങ്ങൾ ഇതെന്ന് വെച്ചാൽ ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് അവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് മാറ്റി വയ്ക്കുക. നമ്മൾ ക്ഷേത്രങ്ങളിലാണ്, നമ്മൾ അമ്പലങ്ങളാണ്, അവിടെ നിങ്ങൾ ഇപ്പം അബ്ദുള്ള സാറ് പറഞ്ഞ പോലെ ഓരോ മതങ്ങളിലും പള്ളികളായിരുന്നാലും ക്ഷേത്രങ്ങളായിരുന്നാലും മോസ്കുകളായിരുന്നാലും അവിടെ പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ്. അവിടെ ഒരു കാരണം വെച്ചാൽ രാഷ്ട്രീയം വരല്ലേ. ആ രാഷ്ട്രീയം വരുന്ന സ്ഥലത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് നേരത്തെ കേരള സാറ് പറഞ്ഞല്ലോ, ഞാൻ വ്യതിചലിച്ച് പോയതല്ല. ഞാൻ പറഞ്ഞ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഇത് കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ വിവിധ ഹിന്ദുക്കൾ മാത്രമല്ല വിവിധ മതങ്ങളായ ആൾക്കാരും കൂടി സപ്പോർട്ട് ചെയ്താണ് അവിടുത്തെ ക്ഷേത്രത്തിലെ പൊങ്കാല. അത് ലോകമെമ്പാടുമാണ്, വേൾഡ് ഇതാണ്, നിങ്ങൾക്കറിയാമല്ലോ. ആ പൊങ്കാല സ്ത്രീകളുടെ ശബരിമല എന്ന് നടക്കുന്നത്. അപ്പം നമ്മൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഹിന്ദുക്കൾ ദയവ് ചെയ്ത് നിങ്ങൾ അവിടെ രാഷ്ട്രീയം കൊണ്ടുവരരുത്. നിങ്ങൾ അവിടെ നിങ്ങൾ ബാക്കിയുള്ള ഭരിച്ചോളൂ. നിങ്ങൾ കൊടി തോരണങ്ങളൊക്കെ വന്നുകൊണ്ട് ക്ഷേത്രത്തിന് എന്താണ്, നമ്മൾ ഭഗവാനെ തൊഴാനല്ലേ പോകണം, അവിടെ രാഷ്ട്രീയം കലർത്തരുത് ദയവ് ചെയ്ത്. ക്ഷേത്രങ്ങൾ സംഘപരിവാറിന്റെ കൈകളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് രാഷ്ട്രീയ തരം കുത്തിക്കയറ്റി രാഷ്ട്രീയപരമായിട്ട് മത്സരിച്ച് ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനുള്ള തീരുമാനം CPM-ന്റെ പാർട്ടി കോൺഗ്രസിലെടുത്ത തീരുമാനം. ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാൻ എന്താ അധികാരം? ക്ഷേത്രങ്ങളിൽ പോകുന്നത് വിശ്വാസികളല്ല സംഘപരിവാറിന്റെ നിങ്ങളുടെ പാർട്ടി കോൺഗ്രസ് സംഘപരിവാറിന് എന്തിനധികാരം ക്ഷേത്രങ്ങളിൽ?